Good morning. Today let's study about government securities. We were discussing various instruments of capital market, various instruments traded in the capital market, and government securities is one of the important instruments traded in the capital market, and it is the government securities is having the highest liquidity among various forms of capital market instruments. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സുകളിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ലിക്വിഡിറ്റി കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടുതലാണ്, അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം they can be easily converted into equity, they can be easily converted into cash forms. And therefore, we can say that government securities are having highest, it is instrument which is having the highest liquidity among all those capital market instruments. Okay. ഇത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് as its name indicates, the government securities are issued by the government to borrow money from the financial market. It is a debt instrument because they are issued instead of borrowing money from the financial market. They are instead of borrowing money from the banks or other agencies, they are getting money through the issue of securities. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് വിറ്റുകൊണ്ട് അവര് കടം മേടിക്കുന്നതിന് പകരമായിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് നമ്മളൊരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന പേരിലും ഇത് പറയുന്നത്. ഓക്കെ. ആൻഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ഓൾസോ നോൺ ആസ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അറിയപ്പെടാൻ കാരണം? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് അറിയപ്പെടാൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സേഫ്റ്റി. ഇപ്പൊ ഇതിന്റെ റീപേയ്മെന്റിൽ ഒരിക്കലും ഒരു ഡിഫോൾട്ട് വരാൻ ചാൻസ് ഉണ്ടാണ്. കാരണം ദേ ആർ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഏജൻസീസ്. ഇപ്പം സ്റ്റേറ്റ് ആവാം, സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ആവാം. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റൽ ബോഡിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഒരു ഡിഫോൾട്ട് വരുത്തുക എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു എക്കോണമിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പം there is no possibility, zero default. You can say there is zero default. Maybe experienced by the holders of government security. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി. ഗിൽറ്റ് എഡ്ജ്ഡ് മീൻസ് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി. ഓക്കെ. ഇനി the return on government security is in the form of rate of interest. ഇൻട്രസ്റ്റ് ആണ് ഇതിന് പകരമായി റിട്ടേൺ ആയിട്ട്. അല്ലെങ്കിൽ അതിന് നമ്മൾ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഡിവിഡൻഡ് ആയിരുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിരുന്നു. ബോൺസ് ഡിബഞ്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അത് ഇൻട്രസ്റ്റ് ഫോമിലാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓൾസോ ഗെറ്റ് റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ഇൻ ഇന്ത്യ, on behalf of the government, central government, it is a Reserve Bank of India issues government securities, and it is their duty to issue and keep in custody the government securities, and it is issued as a benchmark for pricing the corporate securities also. Then another important concept which I would like to say about government securities, they are often used in the conduct of monetary policy. അപ്പം റിസർവ് ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒരുപാട് ഉപയോഗിക്കുന്നു. അതിൽ പല ഓപ്പറേഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾ മോണിറ്ററി പോളിസി പഠിച്ചപ്പോൾ അപ്പം അതിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബാങ്ക് റേറ്റ്, അതേപോലെ CRR, ക്യാഷ് റിസർവ് റേഷ്യോ,
സ്ട്രെച്ച്ഡ് ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെയുള്ള കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിൽ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നതാണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് മെയിൻ ആയിട്ട് അവർ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ CRR, the reserve to be maintained with the RBI. In the same manner, SLR is there. SLR റിസർവ് ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന instead of keeping liquid cash as reserve, they can keep so-called government securities as reserve because they are equal to money, can be easily converted into money, and therefore for the content of monetary policy also these government securities are very much useful, and it is very much used in conduct of monetary policy. അപ്പോൾ അത് ഇതിന്റെ മറ്റൊരു ഫീച്ചറായിട്ട് പറയാനായിട്ട്. Okay, then it is default, free of default risk or credit risk. As I have said, since it is issued by the government, the possibility for the default is zero. Zero ആണ്. അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല. അല്ലെ അതേപോലെ ഒരു സ്റ്റേബിൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ച എന്ന് പറയുമ്പോഴത്തേന് അത് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്കോണമിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. അപ്പം അതിനുള്ള വീഴ്ച വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്കോണമി പിന്നെ തകർന്നു, പിന്നെ അത് രക്ഷപ്പെടും, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് രക്ഷപ്പെടുക. അപ്പം ഇതാണ് ഇതിനെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ. അപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഈസ് an instrument issued by the government mainly to borrow money from the market, and it's a debt instrument. Since it is used for borrowing money from the market, it is also known as a debt instrument, and it is also known as the gilt-edged securities because the chance of default is almost zero, and the return for the government securities in the form of rate of interest. And on behalf of the government, RBI issues government securities. Yeah, and it is very much used in the conduct of monetary policy also. Okay, ഇത്രയുമാണ് ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇത് നമുക്ക് അവരുടെ കുറച്ച് ഫീച്ചേഴ്സ്. ഒന്നാമത്തെ ഫീച്ചേഴ്സ് the agencies. The government securities are issued by either union or state or semi-governmental agencies like municipal corporations, panchayat, etc. And on behalf of all these entities, the RBI, India RBI issues government securities. Okay. Then RBI special role. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBI ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൂടാതെ it is used for the conduct of monetary policy, or it is used for maintaining SLR, or used for open market operations, etc. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉപയോഗിക്കും. Then rate of interest, the return on government securities in the form of rate of interest, and the buyers of the and that rate of interest is also a benchmark for many other interests or many other pricing of securities. Okay, ഇതിന്റെ പലതിന്റെയും ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് that influences our lending rate of commercial banks, that influences the rate fixed on the debentures of bonds, the financial market. അങ്ങനെ പലതിനെയും ഈ പറയുന്ന ഇൻട്രസ്റ്റിനെ ബേസിലാണ് rate of interest തീരുമാനം. Then next one is tax rebate. The income generated on government securities are exempted from taxation in many countries. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളും. അത് ഇതിന്റെ എന്ന് വെച്ചാൽ അത് ടാക്സിബിൾ അല്ല. അത് നോർമലി എന്താണ് ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരേണ്ട സംഭവം, പക്ഷെ അത് ടാക്സിബിൾ ഇല്ല പല രാജ്യങ്ങളിലും ടാക്സിബിൾ. കാരണം
എന്താ പറയാ, ഗവൺമെന്റ് ഈസി ആയിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ, അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. Then next feature is liquidity profile. As I have said earlier, it's an instrument having the highest liquidity on various capital market instruments. Capital market ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അത് നേരത്തെ പറഞ്ഞ പോലെ because they are issued by the government and the chances of default are less and the return is assured and it's fixed and risk is comparatively low and therefore it's having high liquidity. Then next feature related to market. The government securities market in India also has two segments, that is primary and secondary market. And in the primary market, normally the primary market consisting of the issuers like such as central government, state government, etc. And secondary market mainly comprises secondary market comprises of the institutions like insurance companies, provident fund, trust, individual, primary dealers, etc. അപ്പൊ അങ്ങനെയുള്ള കുറെ ഏജൻസികളൊക്കെയാണ് നമ്മുടെ ഈ സെക്കൻഡറി മാർക്കറ്റിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പ്രൈമറി മാർക്കറ്റ് ഗവൺമെന്റും അത് ചെയ്യുന്ന RBI അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. Then forms of securitism. The government securities issued maybe in the form of promissory note or stock certificate or in bearer bond form. അപ്പോൾ അത് പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രോമിസ് കൊടുക്കുക, ഒരു സർട്ടിഫിക്കറ്റ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റിൽ എന്താണ് പറയുന്നത്, one party promises to repay the certain amount of money after a specified period of time. സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, it's a certificate given to the holders or to the buyers of the instrument that the government is liable to pay a certain sum of money to them. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. ഓർ ഇൻ ബെയറർ ബോണ്ട് ഫോം. ബെയറർ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, the person, the bond, the holder of the bond who gets the return at the time of expiry of the maturity. അപ്പോൾ മെച്യൂരിറ്റി എക്സ്പയർ ആകുന്ന സമയത്ത് അയാൾ കിട്ടുന്ന ആരുടെ കൈവശമാണോ ബോണ്ട് ഉള്ളത് അയാൾക്കത് അയാൾക്കായിരിക്കും ഫണ്ട് കിട്ടുന്നതിനുള്ള എലിജിബിലിറ്റി. അപ്പം maybe in the form of promissory note or stock certificate or in a bearer bond form. So bearer bond formula that can be easily transferred, ownership can be easily changed. Okay. Then government borrowings. Government security is a debt instrument. Of course, it is used by the government to borrow money from the market, and it is also known as gilted security. And with the issuing of government securities are made mainly for the refunding or refinancing. നമുക്ക് പലപ്പോഴും ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്ത് മെയിനായിട്ടും റീപേയ്മെന്റ് ആണ്, പഴയ കടങ്ങളൊക്കെ തിരിച്ചു തിരികെ കൊടുക്കുന്നത്. അങ്ങനെ റീപേയ്മെന്റ് ഉദ്ദേശത്തോടുകൂടിയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പലപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗവൺമെന്റ് ബോണ്ട്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് സം പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടിയാണ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. മെയിനായിട്ടും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അങ്ങനെ പ്രൊഡക്റ്റീവ് പർപ്പസിനാണ്. കൂടാതെ ഈ പറഞ്ഞ റീപേയ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ മെയിൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലേക്ക് വരും, they are mainly used for the repayment of the or refunding. Then trading. The secondary, we have already seen that government securities market is consisting of two segments, primary and secondary. That there is no active trading of government securities in the secondary market because the holders of the government security, they do not want to sell the securities in the secondary market. അവർക്ക് പലപ്പോഴും ഇത് സെക്കൻഡറി മാർക്കറ്റ് വിറ്റഴിക്കാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്.
അതേപോലെ ഇത് വളരെ സേഫ് ആണ്, സെക്യൂരിറ്റി അഷ്യൂർഡ് ആണ്, ലിക്വിഡിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരെല്ലാം ഇത് കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യം. അതുകൊണ്ട് the secondary market for the government securities are very narrow and less active. ഇത് അതിന്റെ മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, then issue mechanism. Issue mechanism of government security is mainly undertaken by Reserve Bank of India in the case of India. And the issue of government securities starts with a notification in leading newspapers or medias. ആദ്യമായിട്ട് അവർ ചെയ്യുന്ന പറഞ്ഞാൽ ഈ മീഡിയയിലെല്ലാം അഡ്വർടൈസ്മെന്റ് ഗവൺമെന്റ് ഇങ്ങനെ ഇത്ര സെക്യൂരിറ്റീസ് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. And after the notification is being made, then the subscription will be made open for 2 or 3 days after the notification. അപ്പോൾ അതിനുശേഷം 2-3 ദിവസത്തിന് സബ്സ്ക്രിപ്ഷൻ ആർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയായിട്ട് and it is the application forms for government securities are issued either at the office of the RBI or at the selected branches of State Bank of India. ഒന്നുകിൽ RBI നേരിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ SBIയുടെ ഏതെങ്കിലും ബ്രാഞ്ചുകൾ മുഖേനയായിരിക്കും ആപ്ലിക്കേഷൻ ഫോംസ് ചെയ്യുന്നത്. അതേപോലെ subscription may be closed early if it comes approximate the amount of issue. All the subscription come closer to approximate amount of issue. അപ്പം ചില അവസരങ്ങളിൽ ഈ പറഞ്ഞ 2-3 ദിവസം എന്നുള്ളത് നേരത്തെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ അവർ ക്ലോസ് ചെയ്യും. കാരണം അത്ര അവർ ഉദ്ദേശിക്കുന്ന അത്രയും എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഇത് നേരത്തെയും അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. And also in certain cases the government can also issue securities more than notified number. The notification may ചെയ്തതിലും കുറച്ചുകൂടി ഒരു 10% വരെയൊക്കെ ഒരു എക്സസ് നമ്പർ സെക്യൂരിറ്റീസ് വേണമെങ്കിൽ അവർക്ക് ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷനും കേസിൽ വരുന്നുണ്ട്. And after making subscription, after inviting subscription, normally they make a scrutiny and a final distribution of securities will be completed. Okay, അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. Then another feature of government securities, POS. POS means ready forward contract, and it's an agreement in which one party sells security to another party, simultaneously agreeing to purchase in future date at a specified time or at a specified rate. അപ്പോൾ ഒരു ഫ്യൂച്ചർ റിപ്പോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ റിപ്പോ റിവേഴ്സ് റിപ്പോ നിങ്ങൾ പഠിച്ച് കേട്ടിട്ടുള്ളതാണ്. അപ്പം റിപ്പോ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഇന്ത്യൻ കേസിലാണ് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താ ചെയ്യുക, അവർക്ക് പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി അവര് ഈ അവരുടെ കൈവശമുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ അവർ സെൻട്രൽ ബാങ്കിന് കൈമാറും. സെൻട്രൽ ബാങ്ക് അവർക്കപ്പം ലോൺ അവൈൽ ചെയ്യും. അത് ഇങ്ങനെ ഒരു കരാറായിരിക്കും. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന എമൗണ്ട് തിരിച്ചടച്ച് ആ ഇത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് തിരികെ വാങ്ങിക്കൊള്ളാം എന്നുള്ളൊരു കരാറാണ്. അപ്പം ഈ കരാറിൽ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. ഓക്കെ, so it's also used in repo operations. So these are the some of the features of government securities. Government securities in the common ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ. ഇനി നമുക്ക് അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നോക്കാനുള്ളത്. ഒന്നാമത്തെ വൈറ്റൽ സെഗ്മെന്റ്. The gilt-edged securities market forms an important segment of Indian capital market or Indian money market. മണി മാർക്കറ്റിന്റെ ക്യാപിറ്റൽ മാർക്കറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് ഈ പറയുന്ന ഗിൽറ്റ്-എഡ്ജ്ഡ് മാർക്കറ്റ്. ബിക്കോസ്
വളരെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും ലിക്വിഡിറ്റി തരുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിനുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് വളരെ സെക്യൂർ ആണ്. Then profitable revenue. It gives government securities provide opportunity to opportunity for the bank to switch from existing low yielding securities in their portfolio of SLR securities to better yield securities. നേരത്തെ പറഞ്ഞ പോലെ statutory liquidity ratio എന്ന് പറഞ്ഞ ഒരു reserves to be maintained by the bank itself. നമ്മുടെ ഇപ്പോഴുള്ള SLR റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 18 to 18 പോയിന്റ് സംതിങ് ഓർ 19 അങ്ങനെ എന്തോ ആണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ 19, സപ്പോസ് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് 19. അങ്ങനെ വരുമ്പോൾ 100 രൂപ ഒരാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൽ 19 രൂപ ബാങ്കിൽ തന്നെ ഇതിന്റെ റിസർവ് ആയിട്ട് ലഭിക്കണം. അത് ലെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു 1000 കോടി ഇൻവെസ്റ്റ് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതില് 190 കോടി ബാങ്ക് എന്ത് ചെയ്യണം? ബാങ്ക് അവരുടെ റിസർവ് ആയിട്ട്. പക്ഷെ അങ്ങനെ വെറുതെ ക്യാഷ് ആയിട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ച് വളരെ നഷ്ടമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് റിസർവ്സ് ഇൻ ലിക്വിഡ് ക്യാഷ് ഓർ ലോ ഇൻകം യീൽഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്, government these financial institutions often use government securities to maintain reserve. Government security ആയിട്ട് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ അത് അവർക്കൊരു ബെറ്റർ ആയിട്ട് ഇൻകം അത് തരും. ഓക്കെ. Then regulated speculation. Another important advantage of government security is that prevents all kinds of speculation. അവിടെയൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെക്കുലേഷൻ ഓപ്ഷൻ ഉണ്ട്. വളരെ തീരെ കുറവാണ്. ഈ സെക്കൻഡറി മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ ചെറിയ എന്തെങ്കിലും ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടെന്നല്ലാതെ കാര്യമായിട്ടുള്ള സ്കോപ്പ് ഒന്നുമില്ല. Then ideal finance. It's an ideal instrument to raise long-term finance by the government. Because we can easily mobilize the resources instead of approaching a financial institution. അതുകൊണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന. Then monetary management. It helps the central bank to manage the liquidity position of commercial banks. കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പല ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെയൊക്കെ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ, അവരുടെ ഫണ്ട് അവൈലബിലിറ്റി സെൻട്രൽ ബാങ്കിന് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Then role of the bank, central bank. Purchase and sale of government securities helps the central bank to carry out its quantitative techniques of monetary policy. ഈ മോണിറ്ററി പോളിസി കണ്ടക്ട് ചെയ്യുന്നതിന് ഈ പറയുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വളരെയധികം ഉപയോഗമാണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് സെൻട്രൽ ബാങ്ക് ഈ പറയുന്ന ഈ മെയിൻ ആയിട്ട് മോണിറ്ററി പോളിസി കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഉണ്ട്, CRRs അങ്ങനെയുള്ള റിസർവ്സിന്റെ കാര്യത്തിലായാലും റിപ്പോ ഓപ്പറേഷൻസ് ഉണ്ട്. Almost all the quantitative instruments use the government securities as an instrument to regulate the money supply or credit availability or fund availability to the commercial banks. So അത് എക്കോണമിയിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. Then implementing monetary policy, okay. Guaranteed return. Another important advantage of the government securities is that the return is assured. There is no chance for default or since the return is fixed and there is no chance for the fluctuations in the rate of return. So these are some of the advantages. It's also having some disadvantages too. Then first one is it's a captive market. The captive market എന്ന് പറയുമ്പോൾ അതൊരു വളരെ നിയന്ത്രണങ്ങളിൽപ്പെട്ടിങ്ങനെ എന്താ ചുറ്റിക്കെട്ടി വരിഞ്ഞ ഒരു മാർക്കറ്റ്. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് എന്താ ബന്ധനസ്ഥനാക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് അണ്ടർ കൺട്രോൾ ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് എവറി കൺട്രി.
സെൻട്രൽ ബാങ്കിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഈ പറയുന്ന പോലെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഒരുപാട് ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് തീരുമാനിക്കുക എന്താണോ എന്ത് വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇതൊരു ക്യാപ്റ്റീവ് മാർക്കറ്റ്, ഒരു പിടിച്ചെടുക്ക അല്ലെങ്കിൽ ഒരു കെട്ടിവരിഞ്ഞ ഒരു കൂട്ടിലടച്ച ഒരു തത്തയുടെ അവസ്ഥയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ്, there's no active secondary market. That's another important effect of government securities market, because the holders of the government security do not want to share or do not want to sell their securities in the secondary market, because it's safe and assures guaranteed return, and no one wants to sell the securities in the secondary market. Therefore, you can say the secondary market for the government securities are weaker. Then ineffective buyback. Buyback or repurchase agreement in central government dated securities are allowed for few institutions to maintain their accounts with the RBI. എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന ബൈബാക്ക് ഫെസിലിറ്റി ഒന്നും ഈ പറയുന്ന ആ ഒരു നേച്ചർ, ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ അതിനുള്ള പ്രൊവിഷൻ, അത് ഇതിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, so these are some of the effects of securities. So today we have seen government securities, its meaning, features, etc. So government security എന്ന് പറഞ്ഞാൽ it's issued by government. In India, on behalf of the central government, they are issued by the Reserve Bank of India. അപ്പോൾ അത് വളരെ മോണിറ്ററി ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു. അതിന്റെ ഫീച്ചേഴ്സ് കണ്ടു, അഡ്വാൻറ്റേജ് കണ്ടു, ഡിസ്അഡ്വാൻറ്റേജ് കണ്ടു. ഓക്കെ, so that's all about government securities. Thank you.